ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഞാൻ സീമ. ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്നത് ചാവക്കാടുള്ള എക്സോട്ടിക് പാർക്കിലേക്കാണ്. മൃഗങ്ങളെ അടുത്ത് നിന്ന് നമുക്ക് കാണാനും തൊടാനും അതുങ്ങൾക്ക് തീറ്റ കൊടുക്കാനും ഒക്കെ സാധിക്കുന്ന ഒരു പാർക്കാണിത്. കുട്ടികൾക്കൊക്കെ അവധി ദിവസം പോയി എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്കാണിത്. നമ്മൾ ആദ്യം കടന്ന് ചെല്ലുമ്പോൾ തന്നെ ഒട്ടകത്തെയാണ് കാണുന്നത്. ഒട്ടകത്തിന് കൊടുക്കാനുള്ള ഇല അവിടുന്ന് തന്നെ സ്റ്റാഫുകളുണ്ട്, അവർ നമ്മുടെ കയ്യിൽ തരും. അതിന് ഇല കൊടുക്കുക, അതിനെ തലോടുക, അടുത്ത് നിന്ന് തന്നെ അതിനെ തലോടാനും ഒക്കെ സാധിക്കും. അത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് കുതിരകളുടെ അടുത്തേക്കാണ്. രണ്ട് കുതിരകൾ ഒരുമിച്ച് കെട്ടിയിട്ടുണ്ട്, ഒരുമിച്ചിട്ടിരിക്കുകയാണ്. ഒരു വെള്ളക്കുതിര, ഒരു ചുവന്ന കുതിരയും. നമുക്ക് അതിന് കൊടുക്കാനുള്ള പുല്ല് അവിടുത്തെ സ്റ്റാഫുകൾ തന്നെ നമുക്ക് തരും. നമുക്കതിൻ്റെ അടുത്ത് പോയി നിന്ന് പുല്ല് കൊടുക്കാം, അതിനെ തലോടാം, പിടിക്കാം ഒക്കെ ചെയ്യാം. ഒരു നല്ല പോലെ ഇണങ്ങിയ മൃഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ കൊച്ചു കുട്ടികൾക്ക് അടുത്ത് പോയി നിന്ന് അതിനെ തൊടാനും തലോടാനും ഒക്കെ സാധിക്കും. ധാരാളം വെറൈറ്റി മൃഗങ്ങൾ ഇതിനകത്തുണ്ട്. എല്ലാ മൃഗങ്ങളെയും നമുക്ക് അടുത്ത് പോയി നിന്ന് തൊടാനും കൊച്ചു കുട്ടികൾക്ക് വരെ തലോടാനും തൊടാനും ഒക്കെ സാധിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷമാണ് ഇവിടെ പോകാനായിട്ട്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇത് മാത്രമാണ് ഇങ്ങനെ മൃഗങ്ങളെ അടുത്ത് നിന്ന് കാണാനും പരിചരിക്കാനുമുള്ള സൗകര്യമുള്ളൊരു പാർക്ക്. ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് വാത്തയാണത്. രണ്ട് കറുപ്പുണ്ട്, വെള്ളയുണ്ട്, രണ്ട് സൈസ്, രണ്ട് കളറിലുള്ളതുണ്ട്. ഇതും നമുക്ക് അടുത്ത് പോയി നിന്ന് കാണാൻ പറ്റും. പക്ഷേ ഇത് നമ്മുടെ അടുത്ത് നിൽക്കില്ല, അത് ഓടിപ്പോകും നമ്മൾ ചെല്ലുമ്പോഴേക്കും. പിന്നെ കളറടിച്ച കോഴികളാണ്, പല കളറടിച്ചതാണെന്ന് തോന്നുന്നുണ്ട്, അല്ലാതെ ഈ കളറുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പല തരം കളറുകളടിച്ച കോഴികളെ അവിടെ കാണാം. അതുപോലെ തന്നെ മീൻ ഒരു ടാങ്കിൽ നിറയെ വളർത്തു മീനാണ്. പല കളറിലുള്ള മീനുകളാണ്, നന്നായി ഇണങ്ങിയ മീനുകളും. നമ്മൾ കൈ കഴുകിയിട്ട് വേണം, അവിടെ ടാപ്പുണ്ട്, അതിൽ കൈ കഴുകിയിട്ട് വേണം ഈ മീനുകളെ തൊടാനായിട്ട്. മീൻ കൊടുക്കാനുള്ള തീറ്റ അവിടുത്തെ സ്റ്റാഫ് തന്നെ നമുക്ക് തരും. ഒരു സ്റ്റാഫ് അവിടെ എപ്പോഴും ഉണ്ട്, അവരുടെ കയ്യിൽ മീനിന് കൊടുക്കുന്ന തീറ്റയുണ്ട്. ആ തീറ്റ അവിടെ വരുന്നവർക്കൊക്കെ കൈ കഴുകിയതിന് ശേഷം മാത്രമേ ഈ തീറ്റ മീനിന് കൊടുക്കാൻ പറ്റുകയുള്ളൂ. മീനിനെ തൊടണമെങ്കിൽ കൈ കഴുകിയിട്ട് വേണം. നമുക്ക് ഈ മീനിനെ കയ്യിലെടുക്കാം. നമ്മൾ തീറ്റ വെച്ച് കൈ അങ്ങോട്ട് വെച്ച് കൊടുക്കുമ്പോഴേക്കും മീനുകളെല്ലാം കൂടി വന്ന് നമ്മുടെ കൈ കൊത്തി പറിക്കും. പക്ഷെ നമുക്ക് വേദന എടുക്കില്ല, നല്ലൊരു മസാജിങ് പോലെയാണ്. എല്ലാ മീനും കൂടെ വന്നിട്ട് നമ്മൾ കൈമ കൊത്തും. കണ്ട, കൂട്ടത്തോട് ഓടി വരുന്നത്. നമ്മൾ കൈ കൊണ്ട് ചെല്ലുമ്പോഴേക്കും കൂട്ടത്തോടെ ഈ മീനുകളെല്ലാം ഓടി വരും. ഇത് വെള്ളത്തിൽ രണ്ട് വാത്ത വൈറ്റ് കളറാണ്. ഇതിനെ നമുക്ക് അതിൻ്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല, കുറച്ച് അകലെ നിന്നിട്ട് കാണാനേ പറ്റുള്ളൂ. പിന്നെ കാണുന്നത് ആടുകളാണ്. വെറൈറ്റി ആടുകൾ, പല രാജ്യത്തു നിന്നും കൊണ്ടുവന്നിട്ടുള്ള വെറൈറ്റി ആടുകളാണ് ഇവിടെ ഉള്ളത്. അവരുടെ കൊമ്പ്, അവരുടെ രോമം, ഇതെല്ലാം വെറൈറ്റിയാണ്. ഈ ആടിൻ്റെ കൊമ്പിനാണ് പ്രത്യേകത. ഇതിനൊക്കെ ഇങ്ങനെ കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്, എന്നാലും നമുക്ക് അടുത്ത് ചെന്ന് തൊടാനും തലോടാനും ഒക്കെ സാധിക്കും. ഈ ആട് എത്ര നമ്മൾ അനക്കിയിട്ടും അത് എഴുന്നേൽക്കുന്നില്ല, അതങ്ങനെ തന്നെ കിടക്കുകയാണ്. നല്ല വലിപ്പമുള്ള ആടുകളാണ്. പിന്നെ 4 കൊമ്പുള്ള ആടുണ്ട്. അത് ബ്രിട്ടൻ്റെയാണ് ഒറിജിനൽ, അതിൻ്റെ ജന്മസ്ഥലം ബ്രിട്ടനാണ്. 4 കൊമ്പുള്ള ആട്. ഞാൻ ആദ്യമായിട്ടാണ് 4 കൊമ്പുള്ള ആടിനെ കാണുന്നത്. ആടിനെ നമുക്ക് തൊടാനും തലോടാനും ഒക്കെ പറ്റും, നമ്മൾ ഉപദ്രവിക്കുകയൊന്നുമില്ല. കണ്ടോ, 4 കൊമ്പുള്ള ആട്. ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു വെറൈറ്റി ആടിനെ കാണുന്നത്.
പിന്നെ നമ്മൾ പോകുന്നത് യമുവിൻ്റെ അടുത്താണ്. നമ്മൾ ചെല്ലുമ്പോഴേക്കും കഴുത്ത് നീട്ടിക്കൊണ്ട് വരും. അതിനും കൊടുക്കാനുള്ള തീറ്റ അവിടുന്ന് തന്നെ തരും. അത് നമുക്ക് കയ്യിൽ വെച്ച് കൊടുക്കുമ്പോൾ തന്നെ കൈ കൊണ്ട് ചെല്ലുമ്പോൾ തന്നെ കണ്ടില്ലേ, കഴുത്തൊക്കെ പുറത്തേക്ക് നീട്ടി കയ്യിൽ നിന്ന് അത് കൊത്തിയെടുക്കും. നമുക്ക് വേദന എടുക്കൊന്നുമില്ല. ആ തീറ്റ അത് കയ്യിൽ നിന്ന് എടുത്തുകൊണ്ട് പോകും. നമ്മുടെ പിന്നാലെ നമ്മളങ്ങോട്ട് നീങ്ങുമ്പോഴേക്കും നമ്മുടെ പിന്നാലെ ഇത് വരും. അതിൻ്റെ കൂടിൻ്റെ ഉള്ളിലാണെങ്കിലും കെട്ടിയിട്ടിരിക്കുകയൊന്നുമല്ലല്ലോ, അത് നമ്മൾ നീങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ പിന്നാലെ കഴുത്ത് നീട്ടിയിട്ട് വരും. നമ്മുടെ കയ്യിൽ നിന്ന് തീറ്റയൊക്കെ അത് കൊത്തിയെടുത്തുകൊണ്ട് പൊക്കോളും. ഇവിടെ എല്ലാ മൃഗങ്ങളും നല്ലപോലെ ഇണങ്ങിയ മൃഗങ്ങളാണ്. കൊച്ചു കുട്ടികൾ ഇതുങ്ങൾക്ക് തീറ്റ കൊടുക്കുന്നത് കണ്ട. എൻ്റെ കൊച്ചുമോൻ തീറ്റ കൊടുക്കുന്നതാണ്. അവൻ്റെ പിന്നാലെ ഓടിച്ചെന്ന് അങ്ങോട്ട് നീങ്ങി ചെന്ന് കൂടിൻ്റെ അറ്റം വരെ കയ്യിൽ നിന്ന് കൊത്തി എടുത്തുകൊണ്ട് പോയിക്കോളൂ. നമുക്ക് കൈ വേദനയ്ക്കൊന്നുമില്ല. പിന്നെ പോകുന്നതൊരു പിഗിൻ്റെ അടുത്താണ്. വലിയൊരു പിഗാണിത്. അത് നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ സൗണ്ട് ഉണ്ടാക്കിയിട്ടൊന്നും അത് എഴുന്നേറ്റില്ല. നല്ല ഉറക്കത്തിലാണ്. ഒരു വെള്ളയും കറുപ്പും കൂടെ കൂടിയിട്ടുള്ള ഒരു കളറാണ് അതിൻ്റെ. പിന്നെ അരയന്നങ്ങളാണ്. അതിനൊന്നും നമുക്ക് പിടിക്കാൻ പറ്റില്ല. താറാവുണ്ട്. പിന്നെ ഇവിടെ വെറൈറ്റി ഒരു താറാവിനെ ഞങ്ങൾ കണ്ടു. തലയിൽ പൂവുള്ള ഒരു വെറൈറ്റി താറാവിനെ, അത് കാട്ടിത്തരാം. ഇത് നമ്മുടെ അടുത്തേക്ക് വരുന്നുണ്ട്. കൈ കൊണ്ട് ചെല്ലുമ്പോഴേക്കും അത് തീറ്റ കൊണ്ട് ചെല്ലുന്നതെന്ന് എഴുതിയിട്ട് കഴുത്ത് നീട്ടിയിട്ട് വരുന്നുണ്ട്. ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് കൂടുകളാണ്. ഇതാണ് തലയിൽ തൊപ്പിയുള്ള താറാവ്. ഇതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. 2 എണ്ണം ഉണ്ട്. അതിൻ്റെ തലയിൽ തൊപ്പി പോലെയാണ് അതിൻ്റെ തൂവൽ. രണ്ട് കളറാണ് ഇതിൻ്റെ തലയിൽ കണ്ട, തൊപ്പി പോലെ തൂവൽ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു ഐറ്റം കാണുന്നത്. ഇതിൻ്റെ തലയിലത്തെ പൂവ് അങ്ങോട്ട് ഒരു സൈഡിലേക്ക് വീണ് കിടക്കുകയാണ്. കാണാൻ നല്ല ഭംഗിയാണത്. ഇനി മുയലുകളുടെ സെക്ഷനാണ്. ഓരോ വെറൈറ്റി വേറെ കൂട്ടിലാണ് ഇട്ടിരിക്കുന്നത്. ഇതിൽ നീളമുള്ള രോമമുള്ള മുയലുണ്ട്. അതിൻ്റെ അലർജി ഒന്നും ഉണ്ടാവാത്ത രോമമാണ്. അത് വസ്ത്രനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. പലതരം മുയലുകളാണുള്ളത്. അതൊക്കെ വേറെ കൂടുകളിലാണ് ഇട്ടിരിക്കുന്നത്. ഈ മുയലിന് കൊടുക്കാനുള്ള ക്യാരറ്റൊക്കെ അവർ തന്നെ അവിടുന്ന് കട്ട് ചെയ്ത് നമുക്ക് തരും. ഇതാണ് വസ്ത്രനിർമ്മാണത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന മുയൽ രോമം ഉപയോഗിക്കുന്ന മുയൽ. നീണ്ട രോമമാണ് ആ മുയലിനുള്ളത്. അത് എൻ്റെ ഒറിജിൻ ജർമ്മനിയാണ്. ഇതാണ് വസ്ത്രനിർമ്മാണത്തിന് വേണ്ടി രോമം ഉപയോഗിക്കുന്ന ഈ മുയലിൻ്റെയാണ്.
ഇത് ചുവന്ന പല്ലുള്ള മുയൽ. ഇതിൻ്റെ പല്ലിൻ്റെ കളറ് നല്ല ചുവപ്പാണ്. ഓരോ കൂടിൻ്റെ മുകളിലും അത് എന്താ ഐറ്റമെന്നും അത് അതിൻ്റെ ഒറിജിൻ എവിടെയാണെന്നുള്ളതൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഇത് പൂച്ച. പലതരം പൂച്ചകളെ ഇവിടെ കാണാൻ സാധിക്കും. ഇത് കങ്കാരു ആണ്, മിനിയേച്ചർ കങ്കാരു. 2-3 എണ്ണം ഉണ്ട് അതിനകത്ത്. മിനിയേച്ചർ കങ്കാരു ആണിത്. എല്ലാത്തിനും വലിയ വലിയ കൂടുകളിലിട്ടേക്കണേ. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഇവർക്ക് ഓടിക്കളിക്കാനൊക്കെ ആയിട്ട്. അടുത്തത് മലയണ്ണാനാണ്. മലയണ്ണാൻ വലുതല്ല, അതിൻ്റെ കുട്ടികളാണ്. ഇതിൽ 2-3 എണ്ണം ഉണ്ട് മലയണ്ണാൻ്റെ കുട്ടികൾ. ഇത് വാല് നീളമുള്ള ഒരു പക്ഷിയാണ്. ഭയങ്കര നീളമാണ് ഈ പക്ഷിയുടെ വാലിന്. ഇത് ബോൾ പോലെ ചുരുണ്ടിരിക്കുന്നത്, പക്ഷേ ഇത് ജീവനുള്ളൊരു ജീവിയാണ്. ഇതധികം വലിപ്പം വെക്കില്ല. ഇത് കണ്ടോ, ബോൾ പോലെ അത് തലയൊക്കെ ഉള്ളിലേക്കാക്കി ബോൾ പോലെ ചുരുണ്ടുകൂടിയിരിക്കും. ഇത് അവിടുത്തെ സ്റ്റാഫാണ്, അതിനെ കയ്യിലെടുത്ത് കൊടുക്കുകയാണ്. ഇതാണ് ഒരു എലിയുടെ ലുക്കുണ്ട് അതിനെ കണ്ടു കഴിഞ്ഞാൽ. ഇങ്ങനെ ഇത്ര വലിപ്പം ഇതിനുള്ളൂ, പക്ഷെ അത് ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ടിട്ട് തലയൊക്കെ ഉള്ളിലേക്കാക്കി ഒരു ബോൾ പോലെയാണ് ഇതിരിക്കുക. ഇതൊക്കെ ഓന്തിൻ്റെ വർഗത്തിൽപ്പെട്ടതാണ്. ഇത് ദിവസത്തിൽ 20 മണിക്കൂർ ഉറങ്ങുന്ന ജീവിയാണ്. ആകെ 4 മണിക്കൂർ അത് ഉണർന്നിരിക്കുകയുള്ളൂ. അത് എപ്പോഴെങ്കിലുമൊക്കെ, കണ്ടിന്യൂസ് ആയിട്ട് 4 മണിക്കൂറല്ല ഉണർന്നിരിക്കുന്നത്. എപ്പോഴെങ്കിലുമൊക്കെ
ആയിട്ട് 4 മണിക്കൂർ, ബാക്കി 20 മണിക്കൂർ ഇത് ഉറക്കമാണ്. ഇതിനെ നമുക്ക് എഴുന്നേൽപ്പിക്കാനൊന്നും പറ്റില്ല, നല്ല ഉറക്കത്തിലാണത്. ഇനി ഇവിടെ കുറേ വെറൈറ്റി കോഴികളുണ്ട്. ഇതിൻ്റെ വാലിന് ഭയങ്കര നീളമാണ്. ഇത് മങ്കിയാണ്. ഇത് പലതരം തത്തകൾ. പല വെറൈറ്റി തത്തകളാണിത്. ഇതിൻ്റെ വാലിന് നല്ല നീളമാണ്. ഇത് കിളികൾ, ഇതിൽ മഞ്ഞയും പച്ചയും ചുവപ്പും ഒക്കെ ഉള്ള കിളികളുണ്ട്. ഇതിൻ്റെ ഈ കൂടിൻ്റെ ഉള്ളിൽ ആളുകൾക്ക് കയറി ഈ കിളികളെയൊക്കെ പിടിക്കുകയൊക്കെ ചെയ്യാം. അതിന് കയ്യിൽ തീറ്റ വെച്ച് കൊടുക്കുമ്പോഴേക്കും എല്ലാ കിളിയും കൂടെ പറന്ന് വന്ന് നമ്മുടെ കയ്യിലും മേത്തും തലയിലും ഒക്കെ ആയിട്ട് വന്നിരിക്കും. ഇത് കണ്ടില്ല, കൈ നിറച്ച് കിളികൾ വന്നിരുന്ന് തീറ്റ കൊത്തി തിന്നുന്നത്. ഇത് തത്തയാണ്, ഒരു വെറൈറ്റി തത്തയാണിത്. ഇതിൽ പച്ചയുണ്ട്, പിന്നെ മഞ്ഞയും ഓറഞ്ചും കളറ് കൂടിയതുണ്ട്, മഞ്ഞയും ചുവപ്പും പച്ചയും കൂടിയതുണ്ട്. ഇത് ഒട്ടകപ്പക്ഷിയാണ്. 2 ഒട്ടകപ്പക്ഷികളെ ഒരുമിച്ചാണ് ഇട്ടിരിക്കുന്നത്. ഞങ്ങളവിടെ നിൽക്കുമ്പോൾ തന്നെ ഇതുങ്ങൾ ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് കഴുത്തിങ്ങനെ നീട്ടി കൊണ്ടുവരും നമ്മുടെ അടുത്തേക്ക്. ഇതിൻ്റെ കാലിനൊക്കെ ഭയങ്കര നീളമാണ്, കാലിനും കഴുത്തിനും എല്ലാം ഭയങ്കര നീളമാണ് ഇതിന്. ഇത് വെള്ളത്തത്തയാണ്. ഇത് കൂടിൻ്റെ സൈഡിൽ ഇങ്ങനെ വന്നിരിക്കും. നമുക്ക് അതിനെ കൂടിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് അതിനെ തൊടാനൊക്കെ പറ്റും. അത് അനങ്ങില്ല, മിണ്ടില്ല, അങ്ങനെ തന്നെ ഇരിക്കും. നല്ല ഭംഗിയാണ് ഇതിനെ കാണാനായിട്ട്. നമ്മൾ നോക്കിയിട്ട് ഇങ്ങനെ അത് അനങ്ങാതിരിക്കും. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെയൊരു എക്സോട്ടിക് പാർക്ക് ഇവിടെ ഉണ്ടെന്നുള്ളത് പലർക്കും അറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവർക്കും ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഓക്കെ, താങ്ക് യു, ബൈ.